നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 26/2/2026 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 221, RSS 5 കിലോ 216, ISNR 20 199, ലാറ്റക്സ് 60% DRC ഉള്ള 150 രൂപ 5 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം മാർക്കറ്റ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 221, RSS 5 കിലോ 216. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലോട്ട് കിലോ 193, 198, ലൂസ് കിലോ 210. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 148, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 111. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 233 രൂപ 25 പൈസ, RSS 5 കിലോ 232 81 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 209, RSS 5 കിലോ 206. ഇനി ഫീൽഡ് ലാറ്റക്സ് 205, ഫാക്ടറി വില 215. വിശദമായി നോക്കുമ്പോൾ 25% DRC ഉള്ള 200 ലിറ്റർ 12,250, 30% DRC ഉള്ള 200 ലിറ്റർ 12,300, 35% DRC ഉള്ള 200 ലിറ്റർ 14,350. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 213, RSS 5 കിലോ 208, ISNR 20 188 50 പൈസ മുതൽ 189 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 129 മുതൽ 144. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് റബ്ബർ കൂടുതൽ വളർന്നു വരുവാൻ നല്ലതാണ്. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,760, ഒരു പവന് 1,18,080. അതുപോലെ 24 ക്യാരറ്റ് 16,102, ഒരു പവന് 1,28,816. അതുപോലെ 18 ക്യാരറ്റ് 12,077, ഒരു പവൻ 96,616. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 80 രൂപ, ഒരു പവൻ്റെ മുകളിൽ 320 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 80, പച്ചത്തേങ്ങ ചകരിയുള്ള 50 മുതൽ 80, കൊക്കോ 330, കച്ചാല ഉണങ്ങിയത് 500, കശുവണ്ടി 140, വെളിച്ചെണ്ണ ലിറ്റർ 420, കൊപ്ര എടുത്തപടി 168, അടയ്ക്ക പുതിയത് 390, പഴയത് 360, കാഞ്ഞിരക്കൊരു 1,880, കയർ ഇഴക്കയർ 10, കരിപ്പറ്റക്കയർ 10 മുതൽ 15, ജാതിക്കത്തോടുകൂടി 300, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പ് 925, പിണ്ണാക്ക് എസ്പലർ 44, റോട്ടറി 44, കുരുമുളക് അൺകാർബിൾഡ് കിലോ 700, കുരുമുളക് പുതിയത് 690, കുരുമുളക് കാർബിൾഡ് കിലോ 720, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 685, നെല്ല് കിൻഡൽ 2,500, കാപ്പി കുരു 36,000. ഇന്നാണ് കൊട്ടാരക്കരയിൽ പുതിയ KSRTC ബസ് മന്ദിരം നിർമ്മാണ ഉദ്ഘാടനം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ നിർവഹിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിൻ്റെ അധ്യക്ഷതയിലാണ് നടക്കുന്നത്. 18 കോടി രൂപ ചെലവിലാണ് പുതിയ ബസ് ടെർമിനലിൻ്റെ നിർമ്മാണം. പൊതുമരാമത്ത് ആർക്കിടെക്ചർ വിഭാഗമാണ് ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. 26,307 ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. നിലവിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയാണ് പുതിയത് നിർമ്മിക്കുന്നത്. മുമ്പ് R ബാലകൃഷ്ണനുള്ള MLA മന്ത്രിയായിരുന്ന സമയത്താണ് ഇങ്ങനെ ബസ് ടെർമിനൽ ഉണ്ടാക്കിയത്. അന്ന് കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ടെർമിനലായിരുന്നു കൊട്ടാരക്കരയത്. അതിനും വളരെ ഭംഗിയായി ഇത് നിർവഹിക്കട്ടെ, പെട്ടെന്ന് പണി നടന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ KN ബാലഗോപാലാണ് LDFിൻ്റെ 2026 നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളർന്നു നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.